ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് ഭദ്രകാളി അമ്മയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. ഞാൻ മുന്നേ തന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കാത്തവർക്കും അറിയാത്തവർക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കും വേണ്ടിയിട്ടാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഭദ്രകാളി അമ്മയെ പൂജ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ചുവന്ന ചെമ്പരത്തി അല്ലെങ്കിൽ ചുവന്ന തെറ്റി ഉപയോഗിച്ചിട്ട് അർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാരങ്ങാ വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഹിന്ദു ആചാരപ്രകാരം നാരങ്ങാ വിളക്ക് പൂജ എന്ന് പറയുന്നത് ദേവീ ക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട്. ഈ നാരങ്ങാ വിളക്ക് പൂജ നേരിട്ട് സമർപ്പിക്കുന്ന ഒരു ഹോമത്തിൻ്റെ ഫലം ചെയ്യും എന്നാണ് വിശ്വാസം. ഇതിനായി ഒരു ചെറിയ നാരങ്ങ രണ്ടായി മുറിച്ച് അതിൻ്റെ നീരും കുരുവും മാറ്റിയ ശേഷം അത് തിരിച്ചിട്ട് ഒരു ചിരാത് പോലെയാക്കി മാറ്റുക. അതിൽ എണ്ണയോ നെയ്യോ ഒഴിച്ച് ഒരു വിളക്ക് കത്തിക്കാവുന്നതാണ്. അതിൻ്റെ രണ്ടാമത്തെ മുറിയിൽ കുങ്കുമം തടവുന്നത് വെക്കുന്നത് നല്ലതാണ്. അതുമല്ലെങ്കിൽ കുങ്കുമം സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഭദ്രകാളി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് കുങ്കുമം എന്ന് പറയുന്നത്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ കുങ്കുമാർച്ചന അല്ലെങ്കിൽ കുങ്കുമം സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഈ നാരങ്ങാവിളക്ക് പൂജ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് സാധാരണയായി ചെയ്യാറുള്ളത്. രാഹുദോഷം മാറാനും അതേപോലെ തന്നെ ശത്രുദോഷം മാറാനും ഇത് ഉത്തമമായി കരുതപ്പെടുന്നു. വിവാഹ തടസ്സം അതുമല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഇത് ചെയ്യാറുണ്ട്. ഇത് വീട്ടിൽ ചെയ്യുവാണെങ്കിൽ വീട്ടിലുള്ള അംഗങ്ങൾക്കും അമ്മയുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടായിരിക്കും. ഈ നാരങ്ങാ വിളക്ക് കത്തിച്ചു വെച്ചതിന് ശേഷം ലളിതാ സഹസ്രനാമമോ ദേവീ കീർത്തനങ്ങളോ ജപിക്കാവുന്നതാണ്. ഇനി അമ്മയ്ക്ക് പ്രിയപ്പെട്ട വഴിപാടുകളാണ് രക്തപുഷ്പാഞ്ജലി, കടുംപായസം. കടുംപായസം എന്ന് പറയുന്നത് കാര്യവിജയത്തിന് വേണ്ടിയിട്ടാണ്. ഗുരുതി എന്നൊക്കെ പറയുന്നത് ശത്രുദോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ചുവന്ന പട്ട് കൊടുക്കാറുണ്ട്. അത് തടസ്സങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇനി എന്തൊക്കെ സന്ദേശങ്ങളാണ് നമുക്ക് തരാൻ പോകുന്നതെന്ന് നോക്കാം. അമ്മ നമ്മളോട് സംസാരിക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഈ റീഡിങ് കാണുന്നതിന് മുന്നേ നല്ല പോലെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും അമ്മയുടെ ഭക്തരാണെന്നുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ റീഡിങ്ങിൽ നമുക്ക് അമ്മ തരുന്ന ഉപദേശങ്ങൾ എന്നുള്ളത്. അമ്മ തരുന്ന ആദ്യത്തെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ആ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളൊരു ഡബിൾ മൈൻഡഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ട് മനസ്സായിട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ചിലർക്കിത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഈ ജോബ്, മാരേജ്, ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വീട് ഒക്കെ. അപ്പോൾ ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ രണ്ട് മനസ്സാണ്. എന്ന് വെച്ചാൽ അയ്യോ ഇത് നടക്കുമായിരിക്കുമോ, ഇതെങ്ങനെ നടക്കും, എപ്പം നടക്കും, ഏത് രീതിയിൽ നടക്കും, അങ്ങനെയൊക്കെ ഇങ്ങനെ എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ രണ്ട് മനസ്സോടാ നീ നിൽക്കുന്നത് എന്ന് ചോദിക്കുവാണ് അമ്മ. നീ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നീ അത് ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് കിട്ടും എന്ന് തന്നെയാണ് അമ്മ ഒരു ഉറപ്പ് നിനക്ക് തരുന്നത്. കാരണം ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ, എന്താണ് എനിക്കാണെങ്കിൽ എൻ്റെ യോഗ്യത, എനിക്കിതൊക്കെ കിട്ടാൻ യോഗ്യനാണോ അല്ലെങ്കിൽ യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം എൻ്റെ കുടുംബ പശ്ചാത്തലം അങ്ങനല്ല. അതുപോലെ തന്നെ എൻ്റെ സാമ്പത്തികം, എനിക്ക് അത്രയ്ക്കുള്ള സാമ്പത്തികമില്ല. അതുകൊണ്ട് ഞാൻ ഈ ജോലി ആഗ്രഹിക്കാവോ അല്ലെങ്കിൽ എനിക്ക് ഈ ആഗ്രഹത്തിന്മേൽ എനിക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് അമ്മ അതാണ് ഉറപ്പിച്ച് പറയുന്നത്. നിനക്കുള്ള യോഗ്യതയെന്ന് പറയുന്നത് നീ എൻ്റെ മകളാണ്, നീ എൻ്റെ മകനാണ്, അതാണ് നിനക്കുള്ള യോഗ്യതയെന്ന് അമ്മ പറയുന്നു. നിൻ്റെ യോഗ്യതയായിട്ട് അമ്മ അതാണ് കണക്കാക്കുന്നത്. നിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള നിൻ്റെ കഷ്ടപ്പാടുകളും പ്രയത്നങ്ങളും അമ്മ കാണാതിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് അമ്മ അത് എത്തിച്ചു തരും എന്ന് തന്നെയാണ്. ചിലർ ആലോചിക്കുന്ന സമയത്ത് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നിനക്ക് യാതൊരു മാർഗവും ഉണ്ടായിരിക്കത്തില്ല അല്ലേ? പക്ഷേ അമ്മ നിനക്ക് തക്ക സമയത്ത്, കൃത്യസമയത്ത് അതിനുള്ള എല്ലാ മാർഗങ്ങളും സഹായങ്ങളും കൊണ്ടുതരുമെന്ന് തന്നെയാണ്. അതിൽ നിൻ്റെ സംശയങ്ങളും പരാതികളും എല്ലാം നീ മാറ്റിവെച്ചേരെ എന്ന് തന്നെ അമ്മ ഉറപ്പ് നൽകുന്നു. പിന്നെ മറ്റൊരു ചോദ്യം അമ്മ ഉന്നയിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നീ എപ്പോഴും പറയാറുണ്ട് നീ വളരെ ആത്മാർത്ഥതയുള്ള ഒരാളാണ് എന്ന്. പക്ഷേ നീ നിന്നോട് തന്നെ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കാറുണ്ട് എന്ന് അമ്മ ചോദിക്കുന്നു.
മറ്റ് പലരുടെയും കാര്യങ്ങളിൽ ഇടപെട്ട് അത് സോൾവ് ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുക, അവരെ നേരായ വഴിക്ക് നടത്തുക, അങ്ങനെയൊക്കെ പല ലീഡർഷിപ്പ് ക്വാളിറ്റീസും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവുകളൊക്കെ ഉണ്ട്. എന്നിട്ട് സ്വന്തം കാര്യങ്ങളിൽ എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് എത്ര പേര് നീ ഈ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തിട്ടുള്ള എത്ര പേര് നിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം നിൻ്റെ പല കാര്യങ്ങളിലും ഒരു താമസം വന്നിട്ടുണ്ട് അല്ലേ, അതെനിക്കറിയാം. പക്ഷേ അങ്ങനെ കാലതാമസം വന്നിട്ടുണ്ടെങ്കിൽ അത് നീ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. നീ അത് മനസ്സിലാക്കുകയും നീ അത് തിരുത്തുകയും ചെയ്യുന്ന സമയത്ത് ആ കൃത്യസമയത്ത് നീ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ ഞാൻ നിൻ്റെ മുന്നിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ നിൻ്റെ ആഗ്രഹങ്ങളിലേക്ക് നീ തീർച്ചയായിട്ടും എത്തിച്ചേരും. അതിനകത്ത് നീ സംശയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നീ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. നീ ഒറ്റയ്ക്ക് പൊരുതേണ്ടവനാണ്, അല്ലെങ്കിൽ പൊരുതേണ്ടവളാണ്. ഒരുപക്ഷെ നീ ആയിരിക്കും നിൻ്റെ കുടുംബത്തെ നയിക്കേണ്ടവൾ അല്ലെ നയിക്കേണ്ടവൻ എന്ന് പറയുന്നത്. നീ ഒറ്റയ്ക്ക് മുന്നേറി വരേണ്ട ഒരാളാണ്. അതിന് അമ്മ നിന്നെ ഒരുക്കുന്നതായിട്ട് നീ മനസ്സിലാക്കണം എന്നാണ് അമ്മ പറയുന്നത്. ഈ സമയത്ത് നീ ആഗ്രഹിച്ച ചില ബന്ധങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാകണമെന്നില്ല. ചിലരുടെ അവഗണനകൾ, കളിയാക്കലുകളൊക്കെ നീ കേട്ടെന്ന് വരും. പക്ഷേ അത് നീ മനസ്സിലാക്കിക്കോണം. കൂടെ നിൽക്കുന്ന ആൾക്കാരിൽ ആരൊക്കെയാണ് നിൻ്റേതായിട്ടുള്ള ആൾക്കാർ, അല്ലാതുള്ളവർ എന്ന് നീ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നത്. ഇനി നീ നിൻ്റെ ആഗ്രഹങ്ങളിലേക്ക്, ലക്ഷ്യങ്ങളിലേക്ക് നേടിയെടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള മോശമായിട്ടുള്ള ആൾക്കാർ, സാഹചര്യങ്ങൾ ഒന്നും നിൻ്റെ കൂടെ ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണിത്. ഇനി ചില മോശം ശീലങ്ങൾ ഉള്ള ശീലങ്ങളാണ് ചിലത് കാലങ്ങളായിട്ടുള്ള ശീലങ്ങളുണ്ട്. ഈ മൊബൈൽ അഡിക്ഷൻ പോലുള്ളതാവാം, അല്ലെങ്കിൽ മദ്യപാനം, പുകവലി പോലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന എന്തും നിങ്ങൾക്ക് മോശമായിട്ടുള്ള ശീലമാണ്. അത് തീർച്ചയായിട്ടും നീ ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, എനിക്കറിയാം നിൻ്റെ ഈ ശീലങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. നീ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ട്, നീ പരാജയപ്പെടുന്നുണ്ട്. എന്നാൽ പോലും നീ അത് മാറ്റി നിന്നെ തിരുത്തിക്കോണം എന്ന് പറയുന്നുണ്ട്. സമയമെടുക്കും, കാരണം ഇത്രയും കാലങ്ങളായിട്ടുള്ളതല്ലേ. പക്ഷെ മാറ്റണം. അത് നിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. നിനക്ക് പലതും തരാൻ വേണ്ടി അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. നീ ചുമ്മാ ഇരുന്നാൽ അതൊന്നും കിട്ടത്തൊന്നുമില്ല. നിൻ്റെ ഹാർഡ് വർക്ക്, നിൻ്റെ കഷ്ടപ്പാടുകളും എല്ലാം മനസ്സിലാക്കി അമ്മ അതിന് വേണ്ടിയിട്ടുള്ളത് തരും. നീ ആഗ്രഹിക്കുന്നതിലും അപ്പുറം തരും. നിൻ്റെ ഏതവസ്ഥയിലും എന്നെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നീ മുടക്കരുത്. നീ പ്രാർത്ഥിച്ചോളൂ. മറ്റുള്ളവർ നിന്നെ തളർത്താൻ ശ്രമിക്കുന്നിടത്ത് അമ്മ നിന്നെ വളർത്തും. ചിലർക്കത് ബന്ധങ്ങളിലുണ്ടായ പ്രശ്നങ്ങളാണ്. അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ഹസ്ബൻഡ്, വൈഫ്, അതും അല്ലെങ്കിൽ പേരൻസ്, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച് പോയി അല്ലെങ്കിൽ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കേണ്ട വന്നിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. നിങ്ങളോട് കള്ളം പറയുക, പറഞ്ഞു പറ്റിക്കുക, അങ്ങനെയുള്ളതൊക്കെ. നീ അതൊന്നും ആലോചിക്കുകയേ വേണ്ട. അതൊക്കെ എൻ്റെ കാര്യങ്ങളാണ്. അവരൊക്കെ നിൻ്റെ കാല് പിടിച്ച് കരയുന്ന ഒരു ദിവസം വരും. നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നഷ്ടങ്ങളെയും ഇല്ലാതാക്കാൻ നിനക്കുണ്ടാവുന്ന ആ ഒരു വലിയ വിജയം അത് മതി. നിങ്ങളുടെ എൻ്റയർ ലൈഫിനെ വരെ മാറ്റിമറിക്കുന്ന തരത്തിൽ അത് നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും. ചിലർക്കതെന്ന് പറയുന്നത് വിദേശത്ത് പോവാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ്. അതൊരു വലിയൊരു കൺഫോമേഷനായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു രാജ്യം തന്നെ കാത്തിരിക്കുന്നു. ചിലർക്ക് മക്കളെ ഓർത്തിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോവാനും അവിടെ സെറ്റിലാവാനും സാധിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു രാജ്യം കാത്തിരിക്കുന്നു. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് കുറേ പുതിയ കാര്യങ്ങളാണ്. നിങ്ങൾ ഇനിയും ലോകം കാണേണ്ട ആൾക്കാരാണ്. പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്. പുതിയ സാഹചര്യങ്ങളിലേക്ക് പോവേണ്ട ആൾക്കാരാണ്. അങ്ങനെയുള്ള സാഹചര്യമെല്ലാം അമ്മ ഒരുക്കി തരും. നീ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതിന് നിലവിലൊരു സാഹചര്യങ്ങളും ഒരു മാർഗവും ഉണ്ടായിരിക്കത്തില്ല. നിനക്കതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലല്ലോ എന്ന് നീ വിചാരിക്കുമായിരിക്കും. പക്ഷേ നീ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ പുതിയ വഴികൾ അമ്മ തുറന്നു തരും. നിന്നെ അതിശയിക്കത്തക്ക വിധം തന്നെ അമ്മ നിൻ്റെ ജീവിതം മാറ്റിമറിക്കും. ഇനി മറ്റു ചിലരോട് നീ വൈകിയിട്ടില്ല,
നീ പിന്നിലുമല്ല, നീ മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ട് എന്നെ ഒരിക്കലും കമ്പയർ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. നിന്റെ കണ്ണീരിനും പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനുമെല്ലാം എൻ്റെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടായിരിക്കും. നിന്റെ ശ്രമങ്ങളെല്ലാം ശരിയാകും. നീ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നിനക്ക് നേടിത്തരിക തന്നെ ചെയ്യും. ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. അമ്മ പലർക്കും വലിയൊരു ഉറപ്പ് നൽകുന്ന കാര്യമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് അത്രമേൽ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് നടത്തി തരിക തന്നെ ചെയ്യും. അതിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും അമ്മയെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് അമ്പലങ്ങളിൽ പോയിട്ടാണെങ്കിലും വീട്ടിലാണെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്രാർത്ഥന ഒരിക്കലും നിങ്ങൾ മുടക്കരുത്. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും, നിങ്ങൾക്ക് വിഷമോ എന്താണെങ്കിലും സന്തോഷമാണെങ്കിൽ പോലും, നിങ്ങൾ അങ്ങനെ ഏത് ഇമോഷണൽ സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത്. എല്ലാവരുടെയും ആഗ്രഹങ്ങളെല്ലാം അമ്മ നടത്തി തരിക തന്നെ ചെയ്യും. ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ചൊവ്വ വെള്ളി ദിവസങ്ങൾ അമ്മയ്ക്ക് പ്രിയപ്പെട്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഉറപ്പായിട്ടും പ്രാർത്ഥന മുടക്കരുത്. അതിനു വേണ്ടി പ്രത്യേക ഒരു സമയം കണ്ടെത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. അത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ റീഡിങ്ങിൽ ഉണ്ടായിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.